ഹലോ, ദിയ സ്കൂള് വിട്ട് വന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾ സ്ഥിരം മേടിക്കാറില്ലേ ഉണ്ണിയേട്ടൻ്റെ കട, അവിടുത്തെ ചേച്ചിയുടെ കടയിൽ നിന്ന് ഞങ്ങൾ മേടിക്കാറുള്ളതാട്ടാ. ഇതിലെന്തൊക്കെയുള്ളത്? അരിനെല്ലിക്കും അമ്പാഴങ്ങി ഉണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോഴേ ഇതണ്ട മഴ പെയ്തു തുടങ്ങി. അപ്പോൾ പിന്നെ അവിടുത്തെ വീഡിയോ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ചേച്ചി ചോദിച്ചു, ഇന്ന് വീഡിയോ എടുക്കണ്ട, കടയിൽ പോകണ്ട, ഉഴുന്നോടെ മേടിക്കണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടാ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കാലത്ത് ഞങ്ങൾ മേടിച്ചു, അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങോട്ട് പോകണില്ല, മഴ കാരണമാണ്, വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആ ചേച്ചി ദിയയുടെ ദൃശ്യയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടോ. ഉണ്ണിവാവിക്ക് ഇഞ്ചക്ഷൻ അടിച്ചതൊക്കെ ഞങ്ങൾ വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ രാകേഷ് എന്താ ഇനി പരിപാടി, കച്ചവടത്തിന് ഇറങ്ങണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ അത്താണിയിൽ കപ്പലണ്ടി കച്ചവടം ചെയ്യാൻ നമ്മുടെ തള്ളുവണ്ടി ഒന്നും കൂടി പെയിൻ്റ് അടിച്ചിട്ട് ഇറക്കിയാലോ എന്നൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും ഒരു 10-60 ദിവസം കഴിയാണ്ട് ദൃശ്യയുടെ അടുത്ത് നിന്ന് എങ്ങനെയാടാ നമ്മൾ ഇനി കച്ചവടത്തിന് പോകാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേച്ചിക്ക് അറിയാം എനിക്ക് അവിടെ വരുന്ന വഴിക്കൊരു ചായക്കട ഉണ്ട്, പിന്നെ കപ്പലണ്ടി കച്ചവടം ചെയ്യാറുള്ളതാണ്. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കാത്ത ഒരാളാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാര്യയ്ക്കറിയാം, ദൃശ്യക്ക്. അതുകൊണ്ട് തന്നെ എന്താണ് തനിക്ക് വേറെ പണിയില്ലേ എന്ന് വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് ഇങ്ങനെ വേറെ രീതിയിലാണ് പറയാൻ തോന്നുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ പറയണില്ല കേട്ടോ, കാരണം പറയണവർ പറയട്ടെ, വിഷയമല്ല. എന്തായാലും ഇതാ ഉണ്ണിമാവിക്ക് ഇന്നലെ ഇഞ്ചക്ഷനൊക്കെ അടിച്ചു. 2 കാലുമേയും തൊടയമ ഓരോ ഇഞ്ചക്ഷൻ അടിച്ചു, കയ്യുമ്മ ഇഞ്ചക്ഷൻ അടിച്ചു. പനി ഉണ്ട് കേട്ടോ, ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ദൃശ്യ ഒരു കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തോന്നുന്നു പുറത്തൊക്കെ അങ്ങനെ വന്നിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഈ തിണ്ടിലിരുന്നപ്പോൾ ഇന്നലെ ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇന്നൊരു കല്യാണം കഴിഞ്ഞു. നമ്മളന്ന് പറഞ്ഞല്ലോ ഒരു ചേട്ടൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നു എന്നൊക്കെ. അപ്പോൾ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ദൃശ്യ ആ പെൺകുട്ടീനെ എവിടെ കൊടുത്തേക്കണത്? വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ്. കാരണം നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള ഒരു പെൺകുട്ടിയാണ്, നല്ലൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് ഒപ്പം തന്നെ ആഗ്രഹിക്കുന്നു. ദിയയ്ക്ക് ഇന്ന് സ്കൂള് വിട്ട് വന്നിട്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഉള്ളത് പറയാം. നമ്മളിവിടെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇതുണ്ട്, ഗോതമ്പ് പൊടി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കും. അപ്പം എല്ലാത്തിലും ഉപരി ഞങ്ങൾ ഉണ്ണിയുടെ ആ ഒരു ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ മൂപ്പരുടെ കളികളൊക്കെ ഇല്ലാണ്ടായപ്പോൾ ചെറിയൊരു ഓഫ് മൂഡിലാണ് ഇരിക്കുന്നത്. എങ്കിലും കൂടിയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോകൾ നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോകളൊക്കെ ഇട്ടത്. ദൃശ്യ എന്താ പറയാനുള്ളത്? വാശി പിടിക്കലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതൊന്ന് പറഞ്ഞു. വാശി പിടിക്കല് ഇന്നലെ അങ്ങനെ വലിയ അലമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവള് പിന്നെ ചെറിയ രീതിയിൽ ഛർദിക്കുണ്ടായിരുന്നു പാല്, അങ്ങനെയൊക്കെ. അല്ലാണ്ട് അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. എങ്ങനെ കളിക്കാൻ എന്താ ബുദ്ധിമുട്ട് തോന്നിയാ? തൊത്തിന്റെ അടുത്ത് കളിക്കാൻ ബുദ്ധിമുട്ട് തോന്നി, കാരണം അവൾക്ക് പേടിയായി. ഉണ്ണിക്ക് എവിടെയും വേനിക്കോ ഞാൻ ഉമ്മ വയ്ക്കുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവള് ഇന്നലെ കളിച്ചൊന്നുമില്ല. ചെറിയൊരു ഇതുണ്ട് അല്ലേ ഇപ്പോഴും അവൾക്ക്, ആ ഒരു ചൂടിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് ചെറിയൊരു ഇതുണ്ട്. സ്കൂളിൽ പോയപ്പോ എന്തെങ്കിലും പറഞ്ഞോ? ടീച്ചർമാരെ അന്വേഷിച്ചു അങ്ങനെ എന്തെങ്കിലും ചെയ്താ? ഉണ്ണിക്ക് ഇഞ്ചക്ഷൻ അടിച്ച ആരെങ്കിലും അറിഞ്ഞ വീഡിയോ എന്തെങ്കിലും കണ്ടെന്ന് പറഞ്ഞ? ഉണ്ണിക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ടീച്ചർ എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സുഖമുണ്ട്. കുഴപ്പമില്ല പറഞ്ഞു അല്ലേ? ഉണ്ണിക്ക് കുഴപ്പമില്ല പറഞ്ഞു അല്ലേ? പിന്നെ ഇന്നലെ കുത്തിയതറിഞ്ഞു. ഇന്നെന്തായിരുന്നു ഫുഡ്? ബിരിയാണി. ഒന്ന് കലക്കിലോ. ഇന്ന് തീക്ക് നല്ല അടിപൊളി, ഇന്ന് നല്ല കോളാട്ടോ. കാരണം കാലത്ത് ചായക്കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തു പോകുമ്പോ അടിപൊളി ദോശയും സാമ്പാറും വെജിറ്റബിൾ ബിരിയാണി മുട്ടയും സാലഡ്. അതെ അല്ലേ? അടിപൊളി, ഇന്ന് കലക്കി. ദിയക്ക് ഇന്ന് അടിപൊളിയായി. അപ്പൊ ഞങ്ങളിന്ന് പോയിട്ടൊരു ബിരിയാണി മേടിച്ച് കഴിക്കട്ടെ ഞങ്ങള്. വെറുതെ പാല് കുടിക്കാൻ തോന്നുന്നു കേട്ടാ. ഒരാൾക്ക് പാല് കുടിക്കാനുള്ള എല്ലാ വിമിഷനും കാണിക്കുന്നുണ്ട്. ഒന്നാട്ടി നോക്ക്. അതല്ലേ, അത് പൊട്ടിച്ചോ? അച്ഛൻ്റെ കുട്ടി പൊട്ടിച്ചോ? നല്ല കേട്ടാ, തെറിച്ചു കൂട്ടാ. റബ്ബർ ബാൻഡ് മാത്രമായി അച്ഛൻ പിടിച്ചോ. ഹായ്. അപ്പോൾ കുഞ്ഞു നെല്ലിക്ക് എടുത്ത് നോക്കിയാൽ വെച്ചോ. എന്നിട്ട് ദൃശ്യം കഴിക്കണേ. നെല്ലിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അരി നെല്ലിക്ക, അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പാ അങ്ങനെയുണ്ട്.
എന്താ നെല്ലിക്ക കഴിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കണം. സ്കൂളിലേക്ക് പോയോ? സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയോണു പറ. എന്താ ആലോചിച്ച? ആരാലോചിക്കത്ത് ഒക്കെ മൈൻഡ് കണ്ടത് തന്നെ നമുക്കറിയാം. ഞങ്ങൾ ഈ നെല്ലിക്കൊക്കെ ഉണ്ടല്ലോ, എളനാട് ഞങ്ങളുടെ തറവാട്ടിൽ, അതായത് അച്ഛൻ്റെ അളിയൻ ഗോപാലച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ ഈ നെല്ലിക്ക ഞങ്ങളുടെ വളപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വളപ്പിലൊക്കെ ഉണ്ട് ഈ സാധനം. ആ വലിച്ചത് അച്ചത് പൊട്ടിച്ചിട്ട് ഉപ്പിലാക്കിയിട്ട് ഇതുപോലെ ഞങ്ങളുടെ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടു നോക്കും. അപ്പം ഞാൻ സ്കൂൾ വിട്ടാൽ ഞാൻ ഇൻ്റർവെല്ലിന് അവിടെ പോയി നിൽക്കും. അപ്പം അച്ചാച്ചന് കച്ചവടം നല്ല കച്ചവടം നടക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ചാച്ചാ എൻ്റെ അടുത്ത് കാശൊന്നും ഉണ്ടാവില്ല, നമുക്ക് അച്ചാച്ചൻ തരും. ഞങ്ങൾക്ക് ഒരു 3-4 തരും. ഇതൊരു ടൈമിലുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ പച്ച, ഈ നെല്ലിക്കയുടെ പച്ച, അതായത് ഉപ്പിലിടാത്ത നമ്മൾ സ്പോട്ടിലും മരത്തിൽ പൊട്ടിക്കണത് ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട്ടിലുണ്ട്. ആ വീട്ടിൽ ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോകും. എന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും. അവരൊന്നും പറയില്ല എന്നുള്ളതാണ്. അത് എത്ര കല്ലെറിഞ്ഞിട്ടും ചിലപ്പോൾ അവിടുത്തെ ഓടൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് സ്കൂളിൽ നെല്ലിക്കും കില്ലിക്കും എന്നല്ല, അവർക്ക് ഐസ്ക്രീം, വേറെ എന്തിട്ടാ ലൈസാ, പിന്നെ എന്തിട്ടാ കുർക്കുറേ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ സ്നാക്ക്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ നെല്ലിക്ക, മാങ്ങ, അങ്ങനത്തെ ഒക്കെ ഒരുവിധം ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഒക്കെ വേറെ ലെവലാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വേറെ ലെവലാണ്. കൃഷിക്ക് ഒരു ഏകദേശം ആ ഒരു കാലഘട്ടമൊക്കെ തന്നെയാണ് അല്ലേ. പുളിയച്ചാറ്, പുളിമുട്ടായി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. തൊത്തൊന്നും ശരിക്കും പുളിമുട്ടായി ഞാൻ മേടിച്ചു കൊണ്ടൊന്ന് കഴിച്ചിട്ടുണ്ടാവുന്നല്ല. സ്കൂളിലേക്ക് പോകുമ്പോഴൊന്നും ഇവരങ്ങനെ, ഒന്നാമത്തെ സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ മിഠായി കടകളില്ല നമ്മുടെ ഈ ഏരിയയിലില്ല കേട്ടോ. മിഠായി കടകളൊന്നും ഇല്ല. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു മിഠായി മേടിച്ച് കഴിക്കാൻ. പണ്ട് സ്കൂളിൻ്റെ അടുത്തൊക്കെ അപ്പാപ്പന അമ്മമ്മമാരൊക്കെ ആയിട്ടുള്ള കടകളുണ്ടാവും. നിറച്ച് മിഠായി, നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത ലെവലിലുള്ള മിഠായി. ഇപ്പം എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അറിയാതെ. ഇപ്പം ഒന്നും അങ്ങനെ കാണാനില്ല. ഇപ്പം ഒക്കെ ഐസ്ക്രീമും തേങ്ങയും മാങ്ങയൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെ ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഷുഗറൊക്കെ വരും. അത് ഗ്യാരണ്ടിയാണ്. ഒരു പൂരപ്പറമ്പിൽ പോയാലും ഞാൻ കപ്പലണ്ടി കൊടുക്കുമ്പോൾ, നമ്മൾ കച്ചവടക്കാരെ കുറ്റം പറയല്ല, ഞാൻ കപ്പലണ്ടി കൊടുക്കുമ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ, കുട്ടികൾ വരുമ്പോൾ അവർ ഐസ്ക്രീമിലേക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും പൂരപ്പറമ്പുകളിലൊക്കെ ഷുഗറായിട്ട് ഐസ്ക്രീമൊന്നും ആരും മേടിക്കില്ല, എല്ലാവരും ഒന്ന് നോക്കി നിൽക്കും. അപ്പോൾ നല്ല ഗംഭീര ഒരു മഴ. ഈ ഒരു മഴ കാരണം കേട്ടോ ഞങ്ങളിന്ന് വേറെ സ്നാക്സ് ഒന്നും മേടിക്കാൻ ചെയ്തു, വേഗം വീട്ടിലേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു മഴ വരെയാണ്. അകത്തേക്ക് ഇരിക്കട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഒരു കട്ടൻ ചായ വെച്ച് കുടിക്കട്ടെ. ചോറ് വേണം, വിശക്കണ്ട? ചായ വെച്ച് കൊടുക്കാം. ചായ വെച്ച് കുടിക്കാൻ പോകട്ടോ. കല്യാണത്തിൻ്റെ പായസം കൊണ്ടുവന്നുണ്ട്. കല്യാണത്തിൻ്റെ അവിടുന്ന് ആരെ പായസം കൊണ്ടുവന്നു? നമ്മൾ വെള്ളത്തിന് പോകണ വീട്ടിലത്തെ പയ്യൻ ചങ്കുകൾ പായസം അത്യാവശ്യം പായസം കൊണ്ടുവന്നുണ്ട് കേട്ടോ. പാലട കഴിച്ചോ? അവിടെ കഴിച്ചോട്ടാ. ഒരു ഗ്ലാസ് പായസം കൂടി കാണിച്ചു കൊടുക്ക് വേവാ. അപ്പം അതും കൂടി കട്ട് ചെയ്തിട്ട്, അല്ല പായസം കൂടി കണ്ടിട്ട് വീഡിയോ കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ മഴയല്ലേ, ദൃശ്യം ഉണ്ണി അകത്തേക്ക് ഇരുന്നു. ഞാൻ പൊക്കോളം പറഞ്ഞു, കാരണം ഇവിടെ നമ്മൾ ഈ ഉമ്മറത്തിരിക്കുമ്പോഴേ മഴ ചാറുണ്ട്. കളയരുതിട്ടാ പൊന്നാ, ഞാൻ അവിടെ കളയോ? അപ്പോൾ കല്യാണത്തിന് അടിപൊളി സദ്യയായിരുന്നു, നാടൻ സദ്യ. പാലട പായസം. അപ്പോൾ പാലട പായസം കല്യാണം അവിടെ നിന്ന് ഒരു ഏകദേശം 2-2:30 ആകുമ്പോഴേക്കും കല്യാണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ പരിപാടികൾ. അയ്യോ, ഇതിലെ കൊണ്ടുവന്ന് കുപ്പി ഗ്ലാസ്സിൽ വെച്ചിട്ട് പോകും. അപ്പോഴല്ലേ കുപ്പി ഗ്ലാസ്സിൽ വയ്ക്കുമ്പോഴല്ലേ കാണാ. അവിടെ ചെറിയ കുപ്പി ഗ്ലാസ് ഉണ്ട്, അതിൽ വയ്ക്കേ. പായസം ഉണ്ടെങ്കിൽ അച്ഛനും കുറച്ച് കൊണ്ടുപോകണം. പിന്നെ ഞാൻ കുടിച്ചു കേട്ടോ, ഒരു 1/2 ഗ്ലാസ് ഞാൻ കുടിച്ചു. അപ്പോൾ പായസം കൊണ്ടുവരുമ്പോൾ ഇവിടെ മാമനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാമൻ കുടിച്ചില്ല പായസം. മാമന് ഷുഗറുള്ള കാരണം മാമൻ പായസം വേണ്ട പറഞ്ഞു.
കൊണ്ടുവന്നേ ഞാൻ ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരാം. അതാവും ബെറ്റർ. ഞാൻ എടുക്കണ, ഞാൻ പറഞ്ഞ എന്നാ തട്ടി കളയാണ്ട് വെച്ചിട്ട് പോവാ. എന്തൊക്കെ വിശേഷങ്ങൾ? കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നാ, എല്ലാവരും മക്കളൊക്കെ വന്നാ? പിന്നെ നമ്മളിപ്പോൾ ലൈവ് വീഡിയോ ചെയ്തിട്ടൊക്കെ കുറച്ച് ദിവസമായി. നമുക്ക് പെറ്റിങ് ഇന്നൊരു ലൈവ് ഇടാം കേട്ടോ. പെറ്റിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈമിനനുസരിച്ച്, അതായത് വൈകുന്നേരത്തെ സാഹചര്യത്തിനനുസരിച്ച് ലൈവ് ഇടാം. കാരണം ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഇവർ ലൈവ് ഇടില്ല. ഞാൻ എങ്ങനെയെങ്കിലും ചിലപ്പോൾ കടയിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നൊരു സമയവും. അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് ഇടാത്തതും കാര്യങ്ങളൊക്കെ. പിന്നെ യൂട്യൂബ് ചാനലിന് ഇപ്പോഴാണ് പായസം കാണുന്നത്. ഇങ്ങനെ വേണം, അടിപൊളി. കല്യാണത്തിൻ്റെ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുണ്ടാവും. കല്യാണ പായസം ഒരു പേട്ട തന്നെയല്ലേ ശിക്ഷ? അതാര് പറഞ്ഞു? ഇതെന്ത് ദൃശ്യ ഇവള് പറയണേ? ഇവൾക്ക് ഏറ്റവും ഇഷ്ടം സേമിയും പാലട. അത്ര ആരോ പറഞ്ഞതാണല്ലോ, ഞാൻ പറഞ്ഞതാണ്. എനിക്ക് പായസങ്ങളിൽ അങ്ങനെ എന്ത് പായസം വെച്ചാലും ഞാൻ കഴിക്കില്ല. ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ് ഈ പാലട. അത് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുക സേമിയാണ്. അപ്പം എൻ്റെ കുട്ടിക്കും അത് തന്നെയാണ് ഇഷ്ടം. വേറെ പായസങ്ങളൊന്നും ഞങ്ങൾ കഴിക്കില്ല. പിന്നെ കഴിക്കും അമ്പലത്തിൽ നിന്ന് കിട്ടണ ആ ഒരു പായസം. പിന്നെ മിന്നു പൂച്ച അത് അവിടെ കിടന്നിട്ട് മ്യാഗി എന്നൊക്കെ പറയണ്ട. മിന്നുന് കൊടുത്താ? അതെ, യൂട്യൂബ് ചാനലിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പുതിയ യൂട്യൂബർമാരോട് പറയാനുള്ളതും, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള യൂട്യൂബ് ചാനൽ ഇങ്ങനെ ക്ലിക്കാവാൻ വേണ്ടി നിൽക്കണവരോടൊക്കെ പറയുന്ന ഒരു കാര്യം, പരമാവധി പാട്ടുകളൊന്നും ആഡ് ചെയ്യാതെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരാരും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ മാത്രം ഇടുക. മറ്റുള്ളവരുടെ ഒന്നും കട്ട് ചെയ്തിട്ടും കോപ്പി ചെയ്തിട്ടൊന്നും ഇടരുത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, നിബന്ധനകൾ. 15-ാം തീയതി തൊട്ടിട്ടാണ്, അതായത് ജൂലൈ 15-ാം തീയതി തൊട്ടിട്ടാണ് അത് ആക്റ്റീവായി വരുന്നത്, യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വേർഷൻ. അപ്പോൾ അതുവരെ പരമാവധി യൂട്യൂബൊക്കെ ഇങ്ങനെ ക്ലിക്കാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.